രണ്ട് സ്ഥലങ്ങളിലും മുണ്ടക്കയിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ മഴ തുടങ്ങിയത് കനത്ത മഴയിലേക്ക് മഴ മാറുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുണ്ടക്കയ ഓൾറെഡി ഒരു ദുരന്ത ഭൂമിയായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും മണ്ണിനടിയിൽ കിടക്കുന്ന ചില മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഹെലികാം ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ, ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇവിടെയെല്ലാം കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ ഈ ഗവൺമെൻറ് LP സ്കൂളിലെ ഈ സ്കൂള് നമ്മൾ ശരിക്കും തലേ ദിവസം ഷൂട്ട് ചെയ്ത് ഇവിടുത്തെ കുറിച്ചൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. ആ സ്ഥലത്താണ് ഈ പ്രകൃതി കലിതുള്ളി വന്ന് മഹാദുരന്തം പെയ്തിറങ്ങി ഇത്രയും ആളുകളുടെ മരണത്തിനും കൂടി ഉറപ്പ് വരുത്തി കളഞ്ഞത്. എത്രയോ ആളുകളെ ഇപ്പോൾ കാണാതായിരിക്കുന്നു. പല ബന്ധുജനങ്ങളും ഈ ആശുപത്രികളിലൊക്കെ അവരെ തിരഞ്ഞെടുക്കുന്ന കാഴ്ച കൂടി കരളലിയിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. നെഞ്ചു പിടഞ്ഞു പോകുന്ന കാഴ്ചകൾ മാത്രമേ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നുള്ളൂ. ഒരു സുഹൃത്ത് ഒരു കാര്യം എഴുതിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കുട്ടശ്ശേരിയാണ് അനിൽ പറയുന്നത് നേരത്തെയുള്ള അനുഭവം വെച്ചിട്ടായിരിക്കും നിങ്ങൾ പറയുന്നത്. ദുരിതാശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നേരത്തെയുള്ള അനുഭവമല്ല താങ്കൾ പറയുന്ന പോലെ. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിലപ്പോൾ പണം കൊടുത്ത് നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകും, നമ്മളെ കൂടെ നിന്ന ആളുകൾ ചതിച്ചിട്ടുണ്ടാകും. ആ ഒരു അനുഭവം വെച്ചിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തരുത്. പ്രത്യേകിച്ച് നമ്മുടെ ആപൽഘട്ടത്തിൽ ജീവിക്കുന്ന വയനാട്ടിലെ ജനങ്ങളോടുള്ള നമ്മുടെ കൈത്താങ്ങായി പ്രവർത്തിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ച് അതൊന്നും വഴിമുടക്കരുത്. പ്രത്യേകിച്ച് അത്തരം പ്രചാര വേലകളിൽ ഈ സമയത്ത് നമ്മൾ ഏർപ്പെടരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ നമ്മൾ ഈ 24 കണക്റ്റ് വഴി ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്ന് ഞങ്ങൾ ഈ പണശേഖരണം നടത്തിയേനെ. പക്ഷേ ഈ ദുരന്തത്തിൻ്റെ വോളിയം നമ്മളെ വല്ലാതെ പേടിപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മറ്റുള്ള ജനങ്ങളും അത്യാവശ്യം പണമുള്ളവരും ഒക്കെ തന്നെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് എന്തെങ്കിലും ആശ്വാസം എത്തിക്കാൻ കഴിയൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരല്പം പിറകോട്ട് മാറി നിൽക്കുന്നത്. നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമൊക്കെ ഞങ്ങൾക്ക് അറിയാം. കാരണം ഒരു കാരണവശാലും ജനങ്ങൾ നൽകുന്ന ഒരു രൂപ പോലും ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള നിങ്ങൾ സംഭാവനകൾ അയക്കേണ്ട വിലാസമാണ് കാണുന്ന ബാങ്ക് ഡീറ്റെയിൽസാണിത്. ഈ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ എത്തിക്കുക. നിങ്ങൾ അറിയേണ്ടത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ അതിന് ഓഡിറ്റുള്ളതാണ്. ഓഡിറ്റിന് വിധേയമാണ് ഈ ഫണ്ട്. ഇത് വകമാറ്റി ചെലവഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നെങ്കിലും അത് തീർച്ചയായിട്ടും പിന്നീട് വന്ന ചില ന്യായാസനങ്ങളത് കോടതികളത് തള്ളിക്കളയായിരുന്നു. ഒരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നു. ഒരു ഇപ്പോൾ കാണുന്ന ഒരു പശുവിനെ രക്ഷപ്പെടുത്തുകയാണ് നമ്മുടെ രക്ഷാസേന. ഒരുപാട് മൃഗങ്ങൾ ഇല്ലാതായിട്ടുണ്ട് വയനാട്ടിൽ. മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങൾക്കൊക്കെ കുഴപ്പം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പശുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു തരിശ് നിലം പോലെ കിടക്കുകയാണ്. ദുരന്തത്തിൻ്റെ തരിശ് നിലമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിവിധ രക്ഷാസേനകൾ ദുരന്തമുഖത്ത് ഒരുപാട് സാഹസികമായ രക്ഷാദൗത്യമാണിപ്പോൾ ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ മഹാദുരന്തമായി വയനാടെന്ന് പറയുന്ന സ്ഥലത്ത് ഈ അപകടം, ഈ ഉരുൾപൊട്ടൽ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ചില ആളുകളൊക്കെ യൂട്യൂബ് വഴി ചോദിക്കുന്നുണ്ട്. പറവൂരിൽ നിന്ന് തന്നെ ഒരു സ്നേഹിതൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കുറച്ച് സാധന സാമഗ്രികളുമായിട്ട് വയനാട്ടിലേക്ക് തിരിക്കുകയാണ്. വയനാട് ജില്ലാ കളക്ടർ വേണം ഈ കാര്യത്തിൽ നയം വ്യക്തമാക്കാൻ. അവിടേക്ക് ഇത്ര കൂടുതൽ ആളുകൾ സാധന സാമഗ്രികളുമായിട്ട് ഒഴുകിയെത്തുകയാണെങ്കിൽ അവിടുത്തെ അത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടാകുമോ എന്ന കാര്യം വയനാട്ടിലെ ജില്ലാ കളക്ടർ പറയട്ടെ. അതുപോലെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ പണം അയക്കുന്ന കാര്യത്തിൽ ആളുകൾ യൂട്യൂബ് വഴി വരുന്ന സംശയങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് മറുപടി പറയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇത്തരം അവിശ്വാസത്തിൻ്റെ വഴികൾ ആളുകൾ തേടുകയും ഇത്തരം പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ ആളുകൾ പണം അയക്കണം എന്ന് തന്നെയാണ്. കാരണം ഈ ദുരന്തങ്ങൾ, ഇത്രയും വലിയ ദുരന്തങ്ങളൊക്കെ നേരിടാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ചേ മതിയാകൂ. ഇപ്പോൾ ഏറ്റവും വലിയ രക്ഷാദൗത്യം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ കുടുങ്ങിക്കിടക്കുന്ന പല ആളുകളെയും രക്ഷപ്പെടുത്താനുള്ള സാധ്യതകൾ രക്ഷാസേന നോക്കുന്നുണ്ട്. അതേസമയം തകർന്നുപോയ വീടുകൾക്കടിയിൽ അമർന്നു കിടക്കുന്ന മനുഷ്യർക്കായി നടത്തുന്ന തെരച്ചിലിന് ആവശ്യമുള്ള പണിയായുധങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്ന പരാതി കൂടി വരുന്നു. വിവിധ സേനകൾ ദുരന്തമുഖത്ത് വളരെ സജീവമായി നിൽക്കുമ്പോഴും അത്യാവശ്യം വേണ്ട ആയുധങ്ങൾ അവർക്ക് കയ്യിലില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും ദുഷ്കരമാക്കുന്ന കാര്യം. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നു. മുണ്ടക്കയിൽ കാര്യമായി മഴ പെയ്യുന്നു. കണ്ണ് നിറഞ്ഞ് വളരെ ഉത്കണ്ഠയോടെ അവർ വിശപ്പും ദാഹവും അറിയാതെ ഉറ്റവർക്കായിട്ട് കാത്തിരിക്കുന്ന അനേകരുടെ സാന്നിധ്യം ഇപ്പോൾ വയനാട്ടിലെ ഈ പ്രദേശത്തുണ്ട്. മുണ്ടക്കയിൽ പേമാരിയിൽ
എല്ലാം നഷ്ടപ്പെട്ടു പോയ കുറേ ജനങ്ങൾ ഇനി എന്ത് ജീവിതം തന്നെ കൺമുന്നിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവരെല്ലാം അവിടെ കഴിയുന്നത്. ഈ പ്രദേശത്ത് സംഘം തെരച്ചിൽ നടത്തുന്ന രക്ഷാസേനയ്ക്ക് ഇത്തരം വികാരഭരിതമായ രംഗങ്ങൾ കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയധികം ആളുകൾ മരിച്ചൊരു ദുരന്തം നമ്മൾക്കുണ്ടായിട്ടില്ല. കണ്ണീരുണങ്ങാത്ത മനസ്സുമായിട്ടാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതേസമയം അവിടെ നിൽക്കുന്ന എല്ലാ ആളുകളോടും നമുക്ക് പറയാനുള്ളത് ഈ മഴ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. കാരണം ഈ പെയ്തിറങ്ങുന്ന ദുരന്തങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ആശങ്കയും പേടിയുമാണ്. ഈ മൂടിക്കെട്ടിയ ആകാശം കണ്ടില്ലേ, യഥാർത്ഥത്തിൽ പെയ്തൊഴിയാൻ കാത്തു നിൽക്കുന്ന ആകാശം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധമായ മുൻകരുതലും വേണം. സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഈ അപകടം തേർവാഴ്ച നടത്തി കടന്നുപോയ വഴികളിലെല്ലാം തന്നെ കനത്ത മഴ കൂടി പെയ്ത് ഈ രക്ഷാപ്രവർത്തനം അസാധ്യമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉള്ളത് SKN. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരുടെ ഒരു വലിയ സംഘം തിരിച്ച് മടങ്ങിയെത്തുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. പല പ്രവർത്തനങ്ങളും താൽക്കാലികമായി ഒന്ന് നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ട്. കാരണം നല്ല മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ രക്ഷാപ്രവർത്തന നടപടികൾക്ക് വലിയ അളവിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അത് ഭാഗികമായി തടസ്സപ്പെടുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഈ മഴയാണ് ഇതിനെല്ലാം കാരണം. ഇന്ന് ഉച്ചവരെ വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, വെയിലുദിച്ചതാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നിറം മാറുന്നു, ഈ പ്രകൃതി വല്ലാത്ത രീതിയിൽ കലി തുള്ളുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം മുണ്ടക്കയിലും അതോടൊപ്പം ചൂരൽമലയിലും അട്ടമലയിലും ഉൾപ്പെടെയുള്ള പ്രദേശത്തെല്ലാം തന്നെ കനത്ത രീതിയിൽ തന്നെ മഴപ്പെയ്ത്ത് തുടരുന്ന അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. രക്ഷാപ്രവർത്തക സംഘം വിവിധ ഗ്രൂപ്പുകളായി താഴേക്ക് മടങ്ങിയെത്തുന്നു. തെരച്ചിൽ ഏതാണ്ട് എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല, പക്ഷേ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ അവിടെ സജീവമായ രീതിയിൽ തന്നെ നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള തെരച്ചിലും നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ വിവിധ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ സജീവമായുണ്ട്. പക്ഷേ അതിലൊരു വിഭാഗം താഴേക്ക് മടങ്ങിയെത്തുന്ന ദൃശ്യം നമുക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. തേയിലത്തോട്ടത്തിൽ നിന്ന് ആ തോട്ടം റോഡിലൂടെ ഈ മുണ്ടക്കയിലേക്ക് പോകുന്ന പാതയിലൂടെ മടങ്ങിയെത്തുന്ന ആ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് തടസ്സപ്പെട്ട അവസ്ഥയാണത്. ഈ മഴ മാറിയാൽ മാത്രമേ പുനരാരംഭിക്കാൻ കഴിയൂ. പക്ഷേ ഈ റോഡ് ബെയിലി പാലം നിർമ്മിക്കാൻ ആവശ്യമായുള്ള രീതിയിൽ പുഴയെ സജ്ജമാക്കിയെടുക്കുന്ന നടപടി പുരോഗമിക്കുന്നുണ്ട്. അത് ഈ മഴപ്പെയ്ത്തിലും വലിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കൂറ്റൻ പാറകൾ അടുക്കിയിട്ട് അതിൽ മണ്ണ് നിറച്ചാണ് ഈ ബെയിലി പാലം നിർമ്മിക്കാനുള്ള നടപടി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായ രീതിയിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. ചൂരൽമല പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ തുടരുന്നു. ചൂരൽമലയുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട്. വെറും പാറക്കൂമ്പാരങ്ങളാണ്, അതോടൊപ്പം കൂറ്റൻ മരത്തടികൾ അടിഞ്ഞ ഇടമാണ്, ചെളി അരയ്ക്കൊപ്പമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പുഴയുടെയും പരിസര പ്രദേശങ്ങളുടെയും അവസ്ഥ. നേരത്തെ റോഡ് ഉണ്ടായിരുന്ന ഇതെല്ലാം തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. ഒരു സ്കൂൾ ഭാഗികമായി ഇനിയൊരു ശേഷിക്കുന്നത് ആകെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു അവശിഷ്ടം മാത്രമാണ് വെള്ളാർമല സ്കൂൾ ശേഷിക്കുന്നത്. വെള്ളാർമല സ്കൂൾ നേരത്തെ അരികിലൂടെ പുഴയൊഴുകുന്ന ഒരു വലിയ ഗ്രൗണ്ടുള്ള മനോഹരമായ കാണാൻ ചേലുള്ള ഒരു സ്കൂളായിരുന്നു. ആ സ്കൂൾ ഇന്നില്ല, ആ ഗ്രൗണ്ടില്ല, അതൊക്കെ പുഴയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉരുൾപൊട്ടൽ നമുക്ക് നൽകുന്ന ഒരു കാഴ്ച. എന്തായാലും വളരെ പൂർണ്ണമായ അന്തരീക്ഷം തന്നെയാണ് ഈ മേഖലയിലുള്ളത്. തീർത്തും സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന മേഖലയാണിത്. ഇത്തരത്തിൽ ഇങ്ങനെയൊരു അനുഭവം, ഇത്ര വലിയ രീതിയിലുള്ളൊരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടില്ല. പുത്തുമലയുടെ പാഠം ഈ നാട്ടുകാർക്ക് മുന്നിലുണ്ട്. പുത്തുമല ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോട് പറയുന്നത് പോലെ തന്നെ അവിടെ ഈ രക്ഷാദൗത്യത്തിന് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, പ്രതിസന്ധികൾ ഇല്ലാതെ മുന്നോട്ട് പോയിരുന്ന രക്ഷാദൗത്യത്തിന് ഇപ്പോൾ മഴ ഒരു വലിയ തടസ്സമായി മാറിയിരിക്കുന്നു.